ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നേരെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്നിട്ടുള്ള ഒരു അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ നേരെ വേഗം വന്നിട്ട് ഇതാ ചായക്കുള്ള വെള്ളം കാച്ചാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ആവുന്ന ടൈം കൊണ്ട് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ നമ്മൾ ഗ്യാസ് മേലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ വയ്യ ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇതാ പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തതും അതിലേക്ക് കുറച്ച് ചോറും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേഗം ഇതാ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടിയും ചേർത്തിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മാവും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതാ അതിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ആദ്യം തന്നെ ഞാൻ മധുരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചായയൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഇതാ നേരെ വേഗം തന്നെ ദോശ ചുട്ടെടുക്കാനായിട്ടോ. ഈ ഒരു പാന് ഞാൻ പുതുതായിട്ട് വാങ്ങിയതാണ്, ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദോശ ചുടുമ്പോൾ എത്രത്തോളം നന്നാവും എന്നൊന്നും അറിയില്ല കേട്ടോ. ഏതായാലും കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു ദോശേൻ്റെ ഒരു പാനിൽ ചുട്ടെടുക്കുന്നത് കേട്ടോ. പത്തിരിക്ക് ചുട്ടെടുക്കാൻ പറ്റിയ രീതിയിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് തന്നെ നോക്കിക്കണ്ടാണ് കേട്ടോ ഞാൻ പാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിനൊരു ഏകദേശം ഒരു 500ൻ്റെ ഒക്കെ അടുത്ത് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ, നാട്ടിൽ ഉള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞാൻ വേഗം അടുത്ത ബെഡ്റൂം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എന്താ പറയുക തുടച്ചെങ്ങാണ്ട് മാത്രമാണ് കേട്ടോ എടുത്ത് വെക്കാറുള്ളത്. അങ്ങനെ വാഷായിട്ട് കൂടുതൽ വാഷ് ചെയ്തെങ്ങാണ്ട് ഉപയോഗിക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടച്ചെങ്ങാണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് എടുത്ത് വെക്കാറാണ് കേട്ടോ. അങ്ങനെ ഇതാ ഓരോ ദോശയായിട്ട് ഇതാ ചുട്ടെടുക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതാ കരണ്ടടുപ്പൊക്കെ ഓഫാക്കി വന്നപ്പോഴേക്ക് ഓരോ ദോശയായിട്ട് ഇതാ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദോശ ചൂടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചൂടോട് കൂടിയിട്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ദോശയും ബീഫ് കറി കൂട്ടിയിട്ടാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. അല്ലെങ്കിലും ബീഫിനൊക്കെ അല്ലേ ശരിക്കും പറഞ്ഞാൽ പത്തിരിയോ അല്ലെങ്കിൽ ഇതുപോലെ ദോശയൊക്കെ വേണം കേട്ടോ. ഒന്നും കൂടി എനിക്ക് നല്ലൊരു കോമ്പിനേഷനായി തോന്നിയിട്ടുള്ളത് ദോശയും ബീഫുമാണ് കേട്ടോ. അറിയാതെ ചിക്കൻ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് കേട്ടോ പറയുന്ന രീതിയിൽ. അങ്ങനെ ഇതാ ബീഫൊക്കെ കൂടിയും കൂട്ടിയിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളെ പല്ലൊക്കെ തേപ്പിച്ച് ഒന്ന് സുന്ദരി കുട്ടപ്പനാക്കിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ അവൾക്ക് ഞാൻ വേഗം രാവിലത്തെ ചായക്കടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വെള്ളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവൾ കുടിക്കാറുള്ളത്. ഇപ്പം ചെറുതായിട്ട് വയറുവേദന എന്നൊക്കെ തുടങ്ങിയപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കട്ടൻ ചായയൊക്കെ ഒന്ന് പതുക്കെ കുറക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അവൾക്ക് വെള്ളമാണ് കൊടുത്തത്, തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടല്ലോ അതാണ്. അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഇഷുവും ഫുഡ് കഴിച്ചു കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മദ്രസില്ല, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ ചെറി വന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പക്കും മോക്കും എന്തായാലും രാവിലെ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയേണ്ടി വരും കേട്ടോ. അവൾ അപ്പാന്നാണ് വിളിക്കാറുള്ളത്. അപ്പാന്ന് വെച്ചാൽ ഇപ്പാന്നുള്ളത് അപ്പാന്നായതാണ് കേട്ടോ. അങ്ങനെയാണ് അവൾ വിളിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ചെറിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് മുറ്റത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് മഴയൊക്കെ കുറച്ച് രാവിലെ തന്നെ കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വെയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ മുറ്റത്തൊക്കെ ഒന്ന് എന്തായാലും ഇറങ്ങിയതല്ലേ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തലേന്ന് പെയ്ത മഴയൊക്കെ ചെടിമലൊക്കെ തട്ടിൻ തലോടിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ നമ്മളെ തോട് വരുന്നത്. അത്യാവശ്യം നല്ല പോലെ വെള്ളമുണ്ട്. ഇനി നല്ലൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പാടത്തൊക്കെ വെള്ളമാവും കേട്ടോ. ഇത് ആദ്യമായിട്ടുണ്ടായിട്ടുള്ള നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഏകദേശം ഒരു വർഷം എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് അടിച്ചടി കൂട്ടിയിട്ട് നേരെ ഇതാ നമ്മൾ താഴെ പാലിയിലേക്ക് ഇടുന്നുണ്ട്. പാലിന്ന് വെച്ചാൽ താഴെ പറമ്പിലേക്ക് കേട്ടോ, തെങ്ങിൻ്റെ ചോട്ടിലേക്ക് ഇടുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ പിന്നെ അകത്ത് വന്നിട്ട് അകമൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കുകയാണ് കേട്ടോ. ഈ സ്കൂളും കാര്യങ്ങളൊക്കെ തുറന്നതുകൊണ്ട് തന്നെ മക്കൾ തലേന്ന് പഠിക്കുന്നതുകൊണ്ട് കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ.
അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു റൂമിൽ നിന്ന് നോക്കിയാൽ നേരെ കാണുന്ന വ്യൂ ആണ് കേട്ടോ. പാടത്തെയും തോടും പാടവും ഒക്കെ കാണാം. അങ്ങനെ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീറ്റായിട്ടൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫിഷിനെ വന്ന് നോക്കി കേട്ടോ. അങ്ങനെ മീനിനൊക്കെ വന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ മോൻ്റെ പ്ലേറ്റ് അങ്ങനെയൊക്കെ കൊടുത്തേക്കാണ് കേട്ടോ. അവിടെ നമ്മൾ ലഞ്ച് ബോക്സായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും കൊടുത്തേക്കില്ല കേട്ടോ, സ്കൂളിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ അവന് പ്ലേറ്റും പിന്നെ ഗ്ലാസും വെള്ളമൊക്കെ കൊടുത്തയച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ചെരുപ്പുമ്മൽ ഇത്തിരി വെള്ളമായിണെന്ന് പറഞ്ഞ് തുടച്ച് നന്നാക്കി എടുക്കുകയാണേ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞാൽ അവനെ പറഞ്ഞയച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഫ്രീ ആവും കേട്ടോ. പിന്നെ ഇതാ തലേന്നുള്ള കുറച്ച് കാബേജിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പം ചോറ് തലേന്ന് തന്നെ ഉണ്ടാക്കിയത് കുറച്ച് ബാക്കി വന്നത് നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനിടയിൽ നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചെറിയുള്ളി ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക്. അങ്ങനെ അതൊക്കെ ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് അരിച്ച് കിട്ടാനും ഇതിലേക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് സുർക്ക കൂടി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തി നമുക്ക് ബിരിയാണിയിലേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. അങ്ങനെ ഇത് കുറച്ച് തോനെ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ഒരു നല്ലൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വന്നത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയും ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഇത് പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അതിൽ തന്നെ നമ്മൾ തിളപ്പിച്ച് ഊറ്റിയ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതുകൊണ്ട് ഉച്ചയ്ക്ക് അതുണ്ട് കേട്ടോ. പിന്നെ ഞാനും നെയ്നും മാത്രമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അന്തിയേക്ക് എന്തായാലും നമ്മൾ പിന്നെ ഉണ്ടാക്കും. പിന്നെ നിൽക്കാതെ രാവിലെ മുതൽ കുറച്ചൊരു മഴക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നിൽക്കാതെ മഴ പെയ്തുകൊണ്ട് തന്നെ തൊട്ടിലൊക്കെ നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നിൽക്കാതെ മഴ പെയ്യുന്ന സമയത്ത് വരുന്നതാണ് കേട്ടോ. അങ്ങനെ മഴക്കൊന്ന് ഏകദേശം ചോർന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ വേഗത പോയിട്ട് കറിവേപ്പില എടുത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ കറിവേപ്പില ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മുറ്റത്തുനിന്ന് ആവശ്യത്തിന് മാത്രം എടുത്തുകൊണ്ടാണ് കേട്ടോ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി നോക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.